അത്യന്തം ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാത്രമല്ല MLA സ്ഥാനത്തു നിന്നും കൂടി രാജിവെക്കണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ശക്തമായി. കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നടങ്കം നിലപാടെടുത്തു. ഒരു നിമിഷം പോലും രാഹുൽ MLA സ്ഥാനത്ത് തുടരരുത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടെ ചർച്ചകളുടെ ഗതി മാറി. രാഹുലിന്റെ രാജി എന്ന ചർച്ച ചെന്നവസാനിച്ചത് സസ്പെൻഷൻ എന്ന ക്ലൈമാക്സിൽ. രാഹുൽ മാക്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ കോൺഗ്രസ് പാർട്ടി ഗൗരവത്തിൽ കാണുന്നു. യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. രാഹുൽ മാക്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. രാഹുൽ രാജിവെച്ച് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് രണ്ടു വട്ടം ആലോചിക്കേണ്ടിയേ വന്നില്ല. ഇക്കാര്യം എല്ലാ നേതാക്കളെയും ബോധ്യപ്പെടുത്തിയാണ് KPCC നിലപാട് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ എല്ലാവരും അത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഇനി വരും മണിക്കൂറുകളിലെ വ്യക്തമാകൂ. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇന്നലെ രാഹുലിന്റെ രാജി പരസ്യമായി ആവശ്യപ്പെട്ട ആരും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അതേ ആവശ്യം ആവർത്തിച്ചില്ല എന്നത് പ്രധാനമാണ്. ആ നേതാക്കളെ നിശബ്ദരാക്കാൻ KPCC നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തം. ആരെങ്കിലും രാജിവെക്കുമെന്ന് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഏറ്റവും ബന്ധമുള്ള പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ ഒരു പരാതിയും ഇല്ലാതെ കോൺഗ്രസ് ഈ തീരുമാനമെടുത്ത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് കൂടി മാറ്റി നിർത്തുന്നതോടെ വിവാദങ്ങൾ തൽക്കാലം കെട്ടടങ്ങുമെന്ന് KPCC പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ചർച്ചകളുടെ പോക്ക് അങ്ങോട്ടല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇടത് ക്യാമ്പിൻ്റെയും BJP നേതാക്കളുടെയും പ്രതികരണം. പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയ ഒരാളെ എന്തിന് ജനപ്രതിനിധിയായി പാലക്കാടത്തെ ജനതയ്ക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കണമെന്ന ചോദ്യമാണ് MP രാജേഷ് അടക്കമുള്ളവർ ചോദിക്കുന്നത്. ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.